നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു തുർക്കിഷ് മെസ്സി എന്നറിയപ്പെടുന്ന ആർദ ഗുലറിനെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത്. FC ബാഴ്സലോണ ഉൾപ്പെടെയുള്ള പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഫലം കാണാതെ പോവുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഗുലറിന് ഇത് ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. എന്തെന്നാൽ റയൽ മാഡ്രിഡിൽ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പലപ്പോഴും ബെഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ഈ സീസണിൽ ആകെ 12 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ കേവലം 3 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ റയലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ തുർക്കിഷ് പരിശീലകനായ മുസ്തഫ ഡെനിസ്ലി. അതായത് ആർദ ഗുലർ റയൽ മാഡ്രിഡിൽ ഹാപ്പിയല്ല എന്നാണ് താൻ കരുതുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഡെനിസ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആർദ ഗുലർ നിലവിൽ റയൽ മാഡ്രിഡിൽ സന്തോഷവാനല്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഡ്രസ്സിംഗ് റൂമിലെ അവൻ്റെ എതിരാളികൾ അവരുടെ പ്രകടന മികവ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുലറിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തതാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഇതാണ് മുൻ തുർക്കിഷ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ റയൽ മാഡ്രിഡിൻ്റെ മധ്യനിരക്ക് ക്രിയേറ്റിവിറ്റി ഒരൽപ്പം കുറവുണ്ട്. എന്നിട്ട് പോലും ആർദ ഗുലറിനെ ഉപയോഗപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല. അക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ തേടി ഗുലർ പോകാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.